അപ്പൊ എനിക്ക് പൊതുരംഗത്ത് നിൽക്കുന്നവരോടും രാഷ്ട്രീയ രംഗത്ത് നിൽക്കുന്നവരോടൊക്കെ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ഞാൻ വിദ്യാർത്ഥി രാഷ്ട്രീയം മുതൽ പൊതുപ്രവർത്തനം ആരംഭിച്ച് പഞ്ചായത്ത് പ്രസിഡന്റായി, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായി, ജില്ലാ പഞ്ചായത്ത് മെമ്പറായി, യൂത്ത് ഫണ്ട് സംസ്ഥാന പ്രസിഡന്റായി, UDF ജില്ലാ ചെയർമാനായി, ഇപ്പൊ പൊതുരംഗത്ത് നിൽക്കുന്ന ആളാണ്. എനിക്ക് ഉണ്ടായ ഒരു അനുഭവം ഞാൻ പറയാം. കഴിഞ്ഞ ഒരു 3-4 മാസങ്ങൾ മുമ്പ് വയനാട് നിന്ന് ഒരാൾ എന്നെ വിളിക്കുന്നു. സാറേ, സജി സാറല്ലേ? സജി സാറിനെ എനിക്കിത് കാണണം. എന്താ കാര്യം? അല്ല, എനിക്ക് സജി സാറിനെ കാണാനുള്ള ഒരു ആഗ്രഹമുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാനില്ല, ഞാൻ സ്ഥലത്തില്ല, ഞാൻ കോഴിക്കോടാണെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ 3 ദിവസം കഴിഞ്ഞ് പാലായി വരുന്നുണ്ട്. 3 ദിവസം കഴിഞ്ഞ് പാലായി വന്ന് എന്നെ വിളിച്ചു. സാറേ, എനിക്ക് സാറിനെ ഒറ്റയ്ക്കൊന്ന് കാണണം, പേഴ്സണലായിട്ട് കാണണം. അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്കിന്ന് അസൗകര്യമുണ്ട് എന്ന് പറഞ്ഞു. അതിനുശേഷം വീണ്ടും അദ്ദേഹം ഒരാഴ്ച കഴിഞ്ഞ് പാലായി വന്നിട്ട്, സാറേ, ഞാൻ ഇന്ന ലോഡ്ജിലുണ്ട്, സാറിന് തന്നെ എനിക്കൊന്ന് കാണണം. അപ്പൊ ഞാൻ ഈ ലോഡ്ജിലുണ്ടെന്ന് പറഞ്ഞപ്പോൾ സ്വാഭാവികമായി എനിക്കൊരു സംശയം. ഞാൻ പറഞ്ഞു, ഞാൻ ലോഡ്ജില്ല, നിങ്ങളൊരു കാര്യം ചെയ്യൂ, നിങ്ങൾക്ക് എന്നെ കാണണമെന്നുണ്ടെങ്കിൽ പാലാ മിൽക്ക് ബാർ ഹോട്ടലിലേക്ക് പോകാം, ഞാൻ അവിടെ വരാം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, മിൽക്ക് ബാറിലൊക്കെ ഒരുപാട് ആളില്ലേ, എനിക്ക് സാറിനെ തന്നെ. ഞാൻ പറഞ്ഞു, തൊട്ടും മേളിൽ റൂമുണ്ട്, നമുക്ക് ഇരിക്കാം എന്ന് പറഞ്ഞപ്പോൾ അയാൾ അന്നാടെ അയാൾ വന്നില്ല. അതിനുശേഷം വീണ്ടും ഒരാഴ്ച കഴിഞ്ഞപ്പോൾ പാലായി വന്നു, ഞാൻ ഇന്ന ലോഡ്ജിലുണ്ട്, ശ്രീ സാറിനെ കാണണം, സാറ് വരാമോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ സത്യത്തിൽ എൻ്റെ ഒരു സുഹൃത്തിനെ വിളിച്ചു. ഇവന്റെ ഉദ്ദേശം എന്താണെന്ന് വന്ന് ഇനി ആണാണെന്നാണ് പടം കിടക്കുന്നത്, ഒരു പെണ്ണിന്റെ സൗണ്ട് കൊണ്ട്. എന്നാലും ഇവന് എന്തെങ്കിലും ഞരമ്പ് രോഗിയാണ്, അല്ലെങ്കിൽ ഞാൻ വിചാരിക്കുന്നതല്ല ഈ സ്വവർഗ ഭോഗിയാണെന്നുള്ള രീതിയിലാണ് ഞാൻ ചിന്തിച്ചത്. ഞാനൊരു സുഹൃത്തിനെ വിളിച്ചു, നമുക്ക് ഇവനെ പോയി കാണാം, 2 അടി ഇന്ന് കൊടുക്കണം, ഇവന് കൊടുത്തു വിടാം, ഇവനെ ഓടിക്കണമെന്ന് പറഞ്ഞ് ഞാൻ ചെന്ന്, ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഭാര്യ എൻ്റെ അടുത്തൊരു മകൾ ചോദിക്കുക, നിങ്ങൾ എന്ത് മണ്ടനാ? ആ ആള് ലോഡ്ജിൽ നിങ്ങളെ വിളിച്ചു വരുത്തുമ്പോ അയാൾക്കിപ്പോ ഒരു സ്ത്രീ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ കാര്യം തീർന്നില്ലേ ചോദിച്ചപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് സ്ട്രൈക്കില്ല. അല്ലെങ്കിൽ ഞാൻ പോയനെ. ഞാൻ പറഞ്ഞത്, ഇതിന് ഓരോ മനുഷ്യൻ ഇങ്ങനെ പുറകെ നടന്ന് കൊടുക്കാൻ പല ശ്രമങ്ങളുണ്ട്. എനിക്ക് എത്രയോ ആളുകൾ, അത് സ്ത്രീകളും പുരുഷന്മാരും ഹായ് ഇഷ്ടം പോലെ അയക്കുന്നു. ഞാനത് ഒരു ഹായ്, ഒരു ഗുഡ് മോർണിംഗ്, അപ്പൊ ഞാൻ എൻ്റെ വഴിക്ക് പോകും, ഞാനിതിന് പുറകെ പോകാറില്ല. അപ്പൊ ഇതൊക്കെ രാഷ്ട്രീയ നേതൃത്വം, രാഹുൽ അങ്ങനെ പറ്റിയോന്ന് എനിക്കറിയില്ല. ചെറുപ്പക്കാരനാണ്, 10-35 വയസ്സുള്ളൂ. അവന് ഈ പറഞ്ഞ പോലെ കമന്റ് മെസ്സേജ് അയച്ചു എന്ന് പറഞ്ഞാല് അത് വലിയ കുഴപ്പമായിട്ട് എനിക്ക് ഞാൻ കാണുന്നില്ല. അതിനപ്പുറം പുള്ളി ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ വോയിസ് മെസ്സേജ് പുറത്തു വന്നതാണ് ഇപ്പോഴത്തെ വിഷയം. വോയിസ് മെസ്സേജ് പുറത്തു വന്നെങ്കിലും അതിൽ പറയുന്ന കാര്യങ്ങൾ സത്യമാണോ എന്ന് ഇതുവരെയും വന്നിട്ടില്ല. ആ പറഞ്ഞ സ്ത്രീ ഇപ്പൊ രംഗത്തില്ല, ആ സ്ത്രീ പരാതി കൊടുത്തിട്ടില്ല. അപ്പൊ ഇനി എന്താ കേസ്? അപ്പൊ ആരെങ്കിലും ഒരു വോയിസ് മെസ്സേജ് വിട്ടാൽ അത് എല്ലാം അതിന്റെ പേരിൽ ഒരാളെ ക്രൂശിക്കുന്നത് ശരിയല്ല എന്ന് മാത്രം എനിക്ക് യോസിപ്പിക്കുന്നു.